ശരീരം പോയി കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിലേക്ക് പോവാം. ഈ ശരീരം ഇതിപ്പോൾ എപ്പോഴും നഷ്ടപ്പെടില്ല. നഷ്ടപ്പെട്ട ഞാൻ അദൃശ്യത്തിലേക്ക് പോകണം, അതെന്നാണോ? ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ എന്താണ് ഇലൈഹി റാജിഊൻ. അതാ വന്നതിലേക്ക് തിരിച്ചു പോകും. വന്നതിലേക്ക് തിരിച്ചു പോകും. ശരീരം മണ്ണിൽ നിന്ന് വന്ന് അതിലേക്ക് പോകും, ആത്മാവിലേക്ക്. ഇതല്ലേ പറയുന്നത്? അത് റിയലായില്ല, പറഞ്ഞ സത്യമാണ്. അത് കാണിക്കാം. ശരീരം മണ്ണിലേക്ക് പോകുന്ന മണ്ണിൽ കൊണ്ടേക്കും, അത് മനസ്സിലാവും. ആത്മാവോ? അപ്പം ഇതേപോലെ തന്നെ സന്തോഷം, ഇതേപോലെ തന്നെ ദുഃഖമൊക്കെ ഉണ്ടാവും ആത്മാവിന് ഇപ്പം അനുഭവിക്കുന്ന പോലെ. മോനെ, ആത്മാവ് ജനിക്കുകയില്ല, മരിക്കില്ല. ആത്മാവിന് ജനമില്ല, മരണമില്ല. ഈ ശരീരമാണ് ജനിക്കുന്നതും മരിക്കുന്നതും. ജനിക്കുന്നത് എന്തിനാ? ആത്മാവിൻ്റെ വിശേഷ ഗുണങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ശരീരം രൂപമെടുക്കുന്നത്. എന്നിട്ട് ആത്മാവ് ഈ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഇതിലെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, പ്രവർത്തിക്കുന്നു. ആത്മാവായ ദൈവം ഈശ്വരനാണ്, അല്ലാഹുവാണ്. അവനക്ക് വേണ്ടി ഇതിനെ സൃഷ്ടിക്കുകയും ഇതിലൂടെ നിലനിന്നുകൊണ്ട് അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ശരീരം കേടുവന്നാൽ പിന്നെ അവനക്ക് നിലനിന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ ഈ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നു. അപ്പോൾ ശരീരം മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കുകയും അവന് ഒന്നും സംഭവിക്കാത്ത മാതിരി അവൻ നിലകൊള്ളുകയും ചെയ്യും. ഇതൊരു വിഷയമാണ് അല്ലേ? അപ്പോൾ അവനെ എവിടെ നിലകൊള്ളുന്നു? ആ ഒരു നിലകൊള്ളുന്ന ഒരു മക്കാമാണ് അറിയേണ്ടത്. അതെ, പറയാം. അദൃശ്യനായ അല്ലാഹു, ഈ പ്രപഞ്ചം മറ്റമില്ലാത്ത അനവധി പ്രപഞ്ചങ്ങളുണ്ട് ഇവിടെ, അല്ലേ? ആലമങ്ങളുണ്ട്. ഈ എല്ലാ പ്രപഞ്ചവും നമ്മളെ പ്രപഞ്ചത്തെ പറയാം. അതുപോലെ തന്നെ എല്ലാം ആദ്യമായി അവൻ്റെ നേരത്തെ പറഞ്ഞ വിശേഷ ഗുണം ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശമായി വിത്തെന്ന പോലെ, അല്ലേ? അവൻ്റെ വിശേഷ ഗുണം ഉൾക്കൊണ്ടിരിക്കുന്ന വിത്തെന്ന പോലെ പ്രകാശം മനസ്സായി അല്ലാഹു ആദ്യം ദൃശ്യമാണ്. അതിനെയാണ് മുസ്ലിമുകൾ നൂറുള്ള നൂറ്. ആ പ്രകാശം, നൂറെന്ന് പറഞ്ഞാൽ പ്രകാശമാണ് അല്ലാഹു എന്ന്. 100 സമാവത്തി വല്ലറിലെ ആകാശ ഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹു എന്നും. നൂറുള്ള എന്നും നമ്മൾ സംസ്കൃതത്തിൽ പറയുന്നു ജ്യോതി എന്ന്. ജ്യോതി, ആ നൂറുള്ള തന്നെ ജ്യോതി എന്ന് പറയും. പിന്നെ പറയും ഓംകാരം. ആ ജ്യോതിയാണ് ഓംകാരം എന്നും ജ്യോതി എന്നും നൂറുള്ള എന്നും ആകാശഭൂമികളുടെ പ്രകാശമായ അല്ലാഹു എന്നൊക്കെ പറഞ്ഞ് നിന്നെ അദൃശ്യനായ ആ ഈശ്വരൻ അല്ലാഹുവിൻ്റെ ആദ്യ ദൃശ്യതയാണ്, ആദ്യ ഒളിവാണ് ആ നൂറുള്ളതാണ്. അതിനെ കണ്ടിട്ടില്ല, നിങ്ങൾ കാണിക്കാം. ഇവരൊക്കെ അറിയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ വിശദീകരിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലല്ലേ? ഓക്കെ. അതാണ് അറശെക്കുറിച്ച്. അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹു എല്ലാം നടത്തുന്നു. നിങ്ങൾക്ക് വെള്ളം തരുന്നത്, ഭക്ഷണം തരുന്നത്, ഊർജം എല്ലാം നിങ്ങളെ പരിപാലിച്ച് സംരക്ഷിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട്. അതാണ് സിംഹാസനം അല്ലാഹുവിൻ്റെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ പറഞ്ഞതൊക്കെ മുന്നിലുള്ളതല്ലേ? അല്ല, ഇല്ലാത്തതല്ലല്ലോ. എന്ന പോലെ അതും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അതും കാണിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വിഷയം മരിച്ചാൽ എന്ത് സംഭവിക്കുന്നുണ്ടോ? മണ്ണ് പോയി അല്ലേ? മണ്ണിലേക്ക് പോയി. ആത്മാവ് എന്നും നിലകൊള്ളുന്ന ഏതുപോലെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ മത്സ്യം പോലെ. വെള്ളത്തിലെ മത്സ്യം ആ വെള്ളം കൊണ്ടാണ് നിലകൊള്ളുന്നത്, അല്ലേ? വെള്ളത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വെള്ളം വറ്റി നഷ്ടപ്പെട്ടു പോയാൽ മത്സ്യം നിലകൊള്ളാൻ കഴിയില്ല. ആ വെള്ളത്തിൽ നിന്നുള്ള ആ വെള്ളമാണ് ശരീരവും രൂപവും എല്ലാം എടുത്ത് വെള്ളത്തിൽ. ആത്മാവും വെള്ളം തന്നെ. ആ വെള്ളം ഇല്ലെങ്കിൽ മത്സ്യം ചത്തുപോകും. എന്ന പോലെ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന പരമാത്മാവായ ഈശ്വരൻ അള്ളാഹുവിൻ്റെ അകത്ത് വെള്ളത്തിലെ മത്സ്യത്തെ പോലെ ഞാൻ നിലകൊള്ളുകയും എന്നിട്ട് ആ പരമാത്മാവിനെ വലിച്ചെടുത്തുകൊണ്ട് ആ മത്സ്യം ആ വെള്ളത്തെ ശ്വസിച്ചുകൊണ്ട് ചെങ്ങളിലൂടെ കളിയുന്ന പോലെ ഞാൻ വലിച്ചെടുത്തുകൊണ്ട് എടുക്കുകയും കളയുകയും ചെയ്ത് ആ ആത്മാവിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാം ആ വെള്ളത്തിലെ മത്സ്യം എന്ന പോലെയാണ്. പ്രപഞ്ചം ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ആത്മാവില്ലാതെ ഒന്നുമില്ല. ആത്മാവിൻ്റെ ദൃശ്യതയാണ് പ്രപഞ്ചം സകലമാനും നിങ്ങളും ഞാനും. ആത്മാവായ ഈശ്വരൻ്റെ അള്ളാഹുവിൻ്റെ വെളിവാണ്, ആത്മാവിൻ്റെ സ്വരൂപമാണ്. ആത്മാവായ അള്ളാഹുവിൻ്റെ സ്വരൂപമാണ് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞത്. ഇതിൽ ചില ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്
എനിക്ക് ഉറപ്പ് വരുത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഉറപ്പുണ്ട്. ഓക്കെ. ആത്മാവായ അള്ളാഹുവിൻ്റെ സ്വരൂപമാണത്.